അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മലമ്പുഴ ഡാമിൻ്റെ റിസർവോയർ ആയിട്ടുള്ള കവ എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അങ്ങനെ രാവിലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കയ്യിൽ കോട്ടൊക്കെ കരുതിയിട്ടുണ്ട്, മഴ വരുമെന്ന് പേടിച്ചിട്ട്. ഇത്ര നേരമായിട്ട് മഴയൊന്നും വന്നിട്ടില്ല. സാധാരണ എല്ലാവരും പോകുന്ന റൂട്ട് ടൗണിലേക്ക് കയറിയിട്ട് മലമ്പുഴ റോഡ് പിടിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കഞ്ചിക്കോട് വഴി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ വരാറായപ്പോൾ ഈ റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിർത്തിയിട്ടു. കൂട്ടുകാരനെ എന്തോ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ട് ട്രെയിനിൻ്റെ വീഡിയോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. റോഡിൻ്റെ രണ്ട് വശങ്ങളായിട്ട് അത്യാവശ്യം നല്ല കാട് തന്നെയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആനയുടെ സൈൻ ബോർഡും കാണാം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ആന ഇറങ്ങുന്നതാണ് പറയാൻ കേട്ടിട്ടുള്ളത്. ഇനി കവയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീനിക് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കവ എന്ന് പറയുന്നത്. മലമ്പുഴ ഡാമിന്റെ റിസർവോയറിലെ ഒരു ഭാഗമാണ് ഈ ഒരു കൊച്ചു ദ്വീപ്. മലമ്പുഴ ഡാമിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ കവ ഐലൻഡിലേക്കുള്ള ദൂരം. അതിനുശേഷം തിരിച്ചു വരാതെ തന്നെ നമുക്ക് അവിടെ നിന്ന് വീണ്ടും സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആനക്കൽ വഴി വീണ്ടും മലമ്പുഴ ഡാമിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ഒരു വഴി കൂടെ അവിടെയുണ്ട്. സോ നമ്മൾ ആ വഴിയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തെത്തി. ഇതിനു മുമ്പ് ഈ വഴി വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഇന്നത്തേക്ക് അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഇറങ്ങി നോക്കിയത് വെറുതെ ആയില്ല. അത്യാവശ്യം നല്ല സീനിക് ആയിട്ടുള്ള ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടിലായിരുന്നു ഞങ്ങൾ നിർത്തിയത്. ഇവിടെ തന്നെ ചെറിയൊരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി. ഇതാണ് ആ ക്ഷേത്രം. ഇതുപോലെ മലയുടെ ചെരുവിലായിട്ട് ഇങ്ങനെ ഒരു അമ്പലമൊക്കെ ഉള്ളത് കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി. ഞായറാഴ്ച കൊണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. കുറേ ഫാമിലീസും കുറേ കപ്പിൾസും കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴയുള്ള സമയത്ത് ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. പക്ഷേ നല്ല വെയിലും ഉണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഈ ഒരു കൊച്ചു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കുക. കാരണം നമ്മളും വളർന്നു വരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. സോ ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എൻ്റെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത്. സോ എന്തായാലും ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി യാത്ര തുടരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കവയുടെ മെയിൻ വ്യൂ പോയിന്റ്. ഇവിടെ ടൂറിസം ഡെവലപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാലക്കാടിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരു സ്ഥലമായിരിക്കും കവ. പക്ഷേ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ കാണുന്നത് മൊത്തം വെസ്റ്റേൺ ഗട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടം വരെ വന്നിട്ട് ആളുകൾ വീണ്ടും വന്ന വഴി തിരിച്ചു പോയി മലമ്പുഴയിലേക്ക് കയറാറാണ് പതിവ്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ആനക്കൽ വഴി ഒന്ന് പോയി നോക്കാം. ഇവിടം വരെ മാത്രമേ ഞാനും വന്നിട്ടുള്ളൂ. ഇതിന് ശേഷം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കല്ലമ്പുഴ പാലമെത്തി. ഇതൊരു അടിപൊളി സീനിക് ആയിട്ടുള്ള ഒരു റിവർ സ്പോട്ടാണ്. ഞങ്ങൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ഒരു റിവറിന്റെ ഭംഗി കൂടുതലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. ധാരാളം പേര് കുളിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ഫോട്ടോഷൂട്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഞങ്ങളെപ്പോലെ നോക്കി നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാം കൊണ്ടും നല്ലൊരു പെർഫെക്റ്റ് ആംബിയൻസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഈ ഒരു കല്ലമ്പുഴ ബ്രിഡ്ജ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് വന്ന് നോക്കുമ്പോണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ അവിടെ വന്ന് നിർത്തിയിട്ടേക്കുണ്ടായിരുന്നു. സാധാരണ ഈ ഒരു റൂട്ട് അധികം ആൾക്കാർ വരാത്തതാണ്. പക്ഷേ ഇന്ന് മേ ബി ഞായറാഴ്ച കൊണ്ടായിരിക്കാം ഇന്ന് കൂടുതൽ റഷ് ഇവിടെ ഉണ്ടാവാൻ കാരണം. കവയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ആനക്കൽ വഴി സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് സൗത്ത് മലമ്പുഴയിൽ എത്താൻ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സൗത്ത് മലമ്പുഴ സൈഡിലോട്ടാണ്. അങ്ങനെ നമ്മളൊരു 14 കിലോമീറ്ററോളം സഞ്ചരിച്ച് വരുമ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ്. ഇനി അങ്ങോട്ടേക്ക് പോകാൻ വഴിയില്ല. ഇപ്പം ഈ സ്ഥലത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാണുന്ന ഒരു റിസോർട്ടാണ്. അതിൻ്റെ താഴെ കൂടെയുള്ള റോട്ടിൽ കൂടെയാണ് നമുക്ക് മലമ്പുഴയിലേക്ക് പോകേണ്ടത്. ഇനി എന്ത് ചെയ്യുന്ന അറിയാണ്ട് നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോഴാണ് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ഗ്യാങ് ഞങ്ങളുടെ പിന്നാലെ വന്നത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായി. കാരണം ഞങ്ങൾക്കും കമ്പനി കിട്ടിയല്ലോ. അപ്പുറത്തേക്ക് പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്താണ് ഈ ഒരു ചേട്ടനെ കണ്ടതും. ആ ചേട്ടനാണ് ഞങ്ങൾക്ക് കുറുക്ക് വഴിയായിട്ടുള്ള ഒരു കാട്ടിലൂടെ ഒരു വഴി പറഞ്ഞു തന്നതും. അങ്ങനെ ഞങ്ങളിത് രണ്ടും കൽപ്പിച്ച് എല്ലാവരും കൂടെ ആ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് ആ ചേട്ടൻ പറഞ്ഞ വഴിയിലേക്ക് ഞങ്ങൾ കടന്നത്.
ഞങ്ങൾ ഇതുവരെ ഈ ഒരു റൂട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി വഴി മാറിപ്പോവോ വഴി തെറ്റിപ്പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ഇതൊരു ഉൾക്കാടാണ്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം സഞ്ചരിച്ച ശേഷം ഈ ഒരു സ്ഥലത്തോട്ടെത്തി. അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതുള്ള ഒരു സ്പോട്ടായിരുന്നു ഇത്. കാണുമ്പോൾ ചെറിയൊരു അരുവ് പോലെ തോന്നുമെങ്കിലും അത് ജസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടെന്ന്. അങ്ങനെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് കാറും കൊണ്ടൊക്കെ ഈ വഴി വരുന്നത് കണ്ടത്. അപ്പം മനസ്സിലായി വഴി തെറ്റിയിട്ടില്ലാന്ന്. ഈ ഒരു റിവറിൽ കൂടെ തന്നെ ആ വണ്ടികളൊക്കെ ക്രോസ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗി മാത്രമല്ല കേട്ടോ, കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ റിവർ ക്രോസ് ചെയ്യുന്ന വഴിക്ക് ബൈക്കും കൊണ്ടുപോയ ആ ഒരു ബ്രോ കാല് സ്ലിപ്പായിട്ട് താഴെ വീഴുകയും ചെയ്തു. ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും പറ്റിയില്ല. സോ ഇനി ഇങ്ങോട്ട് വരുന്നവർ ഉറപ്പായിട്ട് സൂക്ഷിച്ച് മാത്രം വരിക. റിവർ ക്രോസ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ക്രോസ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഫസ്റ്റ് ടൈമായിട്ട് ഇത് കൂടെ വന്നുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് പോവേണ്ട റൂട്ടിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ മുതലാണ് സൗത്ത് മലമ്പുഴയുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ് നമ്മളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ കാണുന്ന ആ ഒരു മലമ്പുഴ റിസർവോയറുടെ ആ ഒരു വെള്ളവും മേലെതാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സിന്റെ ആ ഒരു ജൈജാൻറ്റിക് വ്യൂവും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡ്രൈവ്. മലമ്പുഴയിലെ കവ എന്ന ഈ ഒരു ഐലൻഡ് എത്രത്തോളം അണ്ടർ റേറ്റഡ് ആണെന്ന് നമുക്ക് ഇവിടെ ഈ ഒരു സ്പോട്ടിലിരുന്നാൽ നമുക്ക് മനസ്സിലാവും. സോ ഗൈസ്, ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അതിനുശേഷം മലമ്പുഴ ഡാം ഒന്ന് കാണാൻ പോകണം. സോ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.